നമുക്കൊരു അടിപൊളി കറി വെച്ചാലോ? ഇതിന് നമുക്ക് ആദ്യം ഇരുമ്പും പുളിയാട്ടോ വേണ്ടത്. അപ്പോൾ ഇരുമ്പും പുളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പറയാം, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ 4ആയിട്ട് കീറിയിടാം. സവാള, ഇഞ്ചിയും ചെറിയുള്ളിയും കൂടി അരിഞ്ഞിട്ടതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലത് ഓയിലിനേക്കാളും നല്ലത് വെളിച്ചെണ്ണ. ഞാൻ അതിനകത്ത് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തേക്കണം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി നല്ലോണം തിരുമ്മി കൊടുക്കണം. തിരുമ്മിയിട്ട് അതിലിങ്ങനെ നീര് വന്ന രീതിയിലില്ലേ, അതുപോലെ തിരുമ്മി വയ്ക്കുക. ആ തിരുമ്മി വെച്ചതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇരുമ്പൻ പുളിയില്ലേ, അത് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ വേറെ പുളിയൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് എത്രത്തോളം ഇരുമ്പൻ പുളി കിട്ടണോ അത്രത്തോളം ഇരുമ്പൻ പുളി ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ചൊന്നും ഇട്ട് കൊടുക്കരുത്, കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മളിതിനകത്ത് കൂടുതലും മാങ്ങാക്കറി എന്നൊക്കെ അറിയാമല്ലോ, അങ്ങനെ മുളക് പൊടിനേക്കാളും കൂടുതലും പച്ചമുളകായിരിക്കും ഉപയോഗിക്കുക. അതുപോലെ പച്ചമുളക് അത്യാവശ്യം ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനകത്തേക്ക് ഇനിയിപ്പോൾ നമ്മുടെ തേങ്ങ ഉണ്ട്. ഈ തേങ്ങ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട്, ചെറിയ ചൂടുവെള്ളത്തിലാണ് ഞാൻ അടിച്ചത്. അതിനകത്ത് നമുക്ക് 1/4 പാൽ ആദ്യമേ മാറ്റി വെക്കണം. അതിനുള്ളതാട്ടോ ഞാൻ ഫസ്റ്റ് എടുക്കണ പാല് നമ്മൾ മാറ്റി വെക്കണം. അത് ഇതുപോലെ അരിച്ചിട്ട് നമ്മൾ മാറ്റി വെക്കണം. അത് നമുക്ക് ലാസ്റ്റ് കറിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കണം. തിള വരരുത്, അത് ഞാൻ പറയുന്നുണ്ട്, വീഡിയോയിൽ പറയുന്നുണ്ട്, അതുപോലെ ചെയ്താൽ മതി. ഇനി നമ്മൾ ആ അരിച്ചെടുത്ത തേങ്ങയിനകത്ത് കുറച്ചുകൂടി വെള്ളം എടുത്തൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ ചാറ് നമ്മൾ കലക്കി വെച്ചതിന് പുളീൻ്റെ മിക്സില്ലേ അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ 2/2 പാൽ. അങ്ങനെ 2/2 പാലും 3/4 പാലും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എത്രത്തോളം ആവശ്യമുള്ള ചാറ് അത്രത്തോളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചാറിൽ വെക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല, കുറച്ച് കുറുങ്ങനെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ ഇത്രയും ചാറിൽ വെക്കാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും അടുപ്പത്ത് വെച്ച് നന്നായി തിളച്ച് എന്നാൽ കുക്കായി എന്ന് വെച്ചാൽ കുറച്ച് വറ്റി വരും. പുളിയൊക്കെ ഒന്ന് വാടി വന്ന ഒരു ടൈമിൽ എന്ത് ചെയ്യണം, നമ്മുടെ 1/4 പാൽ ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തീ കുറച്ച് കുറച്ചിടണേ. 1/4 പാൽ ഒഴിച്ചെടുക്കാം. 1/4 പാൽ ഒഴിച്ചെടുത്ത് തിളച്ച് മറയാൻ നിൽക്കരുത്. ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമ്മളത് ഓഫ് ചെയ്യണം കേട്ടോ. കാരണം ഒരുപാട് തിള വന്നിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാൽ എന്ത് ചെയ്യും, പിരിയും വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങി കിടക്കണ ഒരു ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ ചെറിയൊരു തിള വരുന്ന സമയത്ത് ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു കുറുങ്ങനൊരു ടൈപ്പാണ് നമ്മുടെ കറി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തേക്കുള്ള താളിച്ച് വയ്ക്കേണ്ടതാണ്. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആയിരിക്കട്ടെ ഏറ്റവും ബെറ്റർ. വെളിച്ചെണ്ണ വയ്ക്കുക. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കടുകും കൂടി ഇടാനുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത കടുകൊക്കെ നല്ലോണം പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് ഉലുവയും പിന്നെ ഉള്ളിയില്ല, ചെറുള്ളിയും വേപ്പില, വറ്റൽമുളക് ഒക്കെ കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനകത്തേക്ക് ഒരു കളറിന് വേണ്ടി ജസ്റ്റ് ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇറക്കി വെച്ചിരുന്ന കറിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങാക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് മാങ്ങാക്കറി അല്ല. പെർഫെക്റ്റ് മാങ്ങാക്കറി വേണമെങ്കിൽ നമ്മൾ മാങ്ങ തന്നെ വേണ്ടി വരും. അതുപോലത്തെ ഒരു ടേസ്റ്റ് വരണ ഒരു കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. അപ്പം ഇതും പിന്നെ ഒരു ഉണക്കമീനും ഒക്കെ കൂടി ഉണ്ടെങ്കിൽ, ഉണക്കമീൻ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ചോറിനായിരിക്കും കേട്ടോ ഇതിനത് ഏറ്റവും വലിയ ബെറ്റർ. അപ്പോൾ എന്തായാലും നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സിമ്പിളല്ലേ? അപ്പം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമല്ലേ?